ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കാരണം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കിട്ടുന്ന മഴയായതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരതങ്ങ് ആഘോഷിക്കും. പക്ഷേങ്കിൽ എനിക്ക് സംഭവിച്ചത് അതൊന്നുമല്ലായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഇതിവിടെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ ദിവസം പോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റ് ഒരുങ്ങി തായ്പ നിന്നപ്പോഴാണ് കാലത്ത് വിളിച്ച് പറയുന്നത് ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, എല്ലായിടത്തും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. കാരണം അത്രയും വെള്ളം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആൾക്ക് വരാൻ പറ്റില്ല. ഞാൻ ചാടി റൂമിൽ കയറി യൂണിഫോമൊക്കെ മാറ്റി കളറൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനായി. കാരണം നല്ല തണുപ്പാണ്, ഉറങ്ങാനും ഭയങ്കര സുഖം. അപ്പോഴാണ് ഞാൻ ഓർത്തത് അർബാബിനെ അറിയിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ കാർ ലിഫ്റ്റ് ഇല്ലെങ്കിൽ ടാക്സി അയക്കാമെന്ന്. ഉള്ള മൂടും പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എനിക്കറിയാം ഇവിടെയൊക്കെ ബ്ലോക്കാണ് വരാൻ പറ്റൂലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ടാക്സി ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. മൂപ്പർക്ക് നോക്കിയപ്പോൾ ടാക്സി കിട്ടി, സെൻഡ് ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞതും അത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. കഴിച്ചിട്ട് യൂണിഫോം ഒക്കെ എടുത്ത് പെറുക്കി ഇട്ടു, ഓടായിരുന്നു. അങ്ങനെ എങ്ങനെയല്ലോ ഓഫീസിലെത്തി. അപ്പം അർബാബും ഭാര്യ എത്തിയിട്ടുണ്ടായില്ല. പൊതുവേ എല്ലാ ദിവസവും രാവിലെ തന്നെ അവരെത്തുന്നതായിരുന്നു. ഇന്നവർ എന്നെക്കാളും നേരം വൈകിട്ടാണ് എത്തിയത്. കാരണം അവർക്കും വരാൻ പറ്റില്ല, കാരണം ഇങ്ങനെ വെള്ളമല്ലേ. പിന്നെ എൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേ സിസ്റ്റത്തിൽ അപ്ലോഡ് ആക്കാനുണ്ടായിരുന്നു. പിന്നെ നല്ല വെതറായിരുന്നു, നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ബോഡിക്ക് അത്ര തണുപ്പൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു, പിന്നെ റെസ്റ്റ് എടുത്തു. ഭയങ്കരമായിട്ട് പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റിലായപ്പോഴാണ് കുറച്ച് പേഷ്യൻസ് വന്നത്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷേങ്കിൽ ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി നല്ലൊരു കോഫിയെല്ലാം കുടിച്ച് പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നു. ഇന്ന് പേഷ്യൻസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. ലാസ്റ്റ് സമയത്ത് എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനിത് ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വന്നാൽ പണിയെടുക്കണം. ഓഫുള്ള ദിവസം ഓഫ്, അല്ലാത്ത ദിവസം പണിയെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്നെ പോലെ പണിയെടുക്കാൻ മടിയില്ലാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും മെൻഷൻ ചെയ്യാൻ മറക്കരുത് വരെ.